നമസ്കാരം. ദൃശ്യവാർത്തകളിലേക്ക് സ്വാഗതം. കോട്ടയം ചിങ്ങവനത്ത് കാറും തടികയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ചിങ്ങവനത്ത് വാടകയ്ക്ക് താമസിക്കുന്ന മാർത്താണ്ഡം സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾക്കും പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാത്രി 12:30യോടെയായിരുന്നു അപകടം. അമിത വേഗതയിൽ കാർ ദിശ തെറ്റി ലോറിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന് പോലീസ് വ്യക്തമാക്കി. മരിച്ച വിജയകുമാർ ഇലക്ട്രീഷ്യനാണ്. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് മുണ്ടക്കയം കടമാൻകുളം പാലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. TR&D എസ്റ്റേറ്റിലെ കടമാൻകുളത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാലം അപകടാവസ്ഥയിലായിരുന്നു. 100 കണക്കിന് ജനങ്ങൾ പുറംലോകവുമായി ബന്ധപ്പെടുന്നത് ഈ പാലത്തിലൂടെ ആയിരുന്നു. TR&D എസ്റ്റേറ്റിലെ കടമാൻകുളത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാലം അപകടാവസ്ഥയിലായതോടെ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തി. എസ്റ്റേറ്റ് ലൈനിൽ ഉൾപ്പെടെ താമസിക്കുന്ന 100 കണക്കിന് ജനങ്ങൾ പുറംലോകവുമായി ബന്ധപ്പെടുന്നത് ഈ പാലത്തിലൂടെയായിരുന്നു. പാലം കൂടുതൽ തകർച്ചയിലേക്ക് എത്തിയതോടെ തൊഴിലാളികൾ പ്രതിഷേധിക്കുകയും വിവിധ സമരങ്ങൾ നടത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് എസ്റ്റേറ്റ് മാനേജ്മെന്റ് പാലം നവീകരിക്കുവാൻ പദ്ധതിയിട്ടു. ഇരുമ്പ് കേഡറുകൾക്ക് മുകളിൽ തടികൊണ്ട് നിർമ്മിച്ച പാലത്തിൽ ടാറിങ്ങും ചെയ്തിരുന്നു. ഇവയെല്ലാം ഇളകി കുഴികൾ രൂപപ്പെട്ട നിലയിലായിരുന്നു പാലം. ഒരു കേഡർ ഒഴികെ ബാക്കിയെല്ലാം ബലമുള്ളവ തന്നെയാണെന്ന് ഉറപ്പിച്ച് പുതിയ ഒരു കേഡർ സ്ഥാപിക്കുകയും പാലത്തിന്റെ മുകളിൽ തടികൾ സ്ഥാപിച്ച് ഗതാഗതം സുരക്ഷിതമാക്കുകയുമാണ് ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ ജോലികൾ. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം. പാല കടനാട് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വീശിയടിച്ച കാറ്റിൽ വൻ നാശം. കൊല്ലപ്പള്ളി മേലുകാവ് റോഡിൽ കൊടുമ്പിടി റേഷൻ കടയ്ക്ക് സമീപം കൂറ്റൻ ആഞ്ഞിലിമരം റോഡിന് കുറുകെ കടപുഴകി വീണു. ഇതോടെ റൂട്ടിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പാലാ ഫയർഫോഴ്സ് എത്തി നാട്ടുകാരുടെ സഹകരണത്തോടെ മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഏറെ തിരക്കുള്ള ഈ റോഡിൽ മരം മറിഞ്ഞു വീണപ്പോൾ ഇതുവഴി തത്സമയം കടന്നുപോയ ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. മരം വീണപ്പോൾ വൈദ്യുതി പോസ്റ്റും ഒടിഞ്ഞു തകർന്നു. KSEB അധികൃതരെത്തി വൈദ്യുതി പോസ്റ്റ് അടിയന്തരമായി മാറ്റി സ്ഥാപിച്ചു. കൊടുമ്പിടി വടക്കേ ഓലാനിക്കൽ ബിജുവിന്റെ വീടിന് മുകളിലേക്ക് തേക്ക് മരം ഒടിഞ്ഞു വീണു. പാല കടനാട് പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ മാണി സി കാപ്പൻ MLA സന്ദർശിച്ചു. മരം വീണ് വീട് തകർന്ന കടനാട് ഒട്ടുവഴിക്കൽ ഗംഗാധരന്റെ വീടും കൽക്കെട്ട് ഇടിഞ്ഞ് നാശമുണ്ടായ പങ്കജാക്ഷന്റെ വീടും റോഡിന്റെ തിട്ടയിടിഞ്ഞ് ലോറിയും മണ്ണുമാന്തി യന്ത്രവും മറിഞ്ഞ ചിറ്റേട്ട് സെബാസ്റ്റ്യൻ ഫ്രാൻസിസിന്റെ വീടും MLA സന്ദർശിച്ചു. ആവശ്യമായ സഹായം എത്തിക്കുവാൻ MLA ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ബിനു വള്ളോംപുരയിടം, DCK മണ്ഡലം പ്രസിഡന്റ് CB അഴകൻപറമ്പിൽ, ജോയി കറിയനാൽ തുടങ്ങിയവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ മുറ്റത്തെ മാറ്റിയാൽ നമുക്ക് തിരിച്ചിങ്ങോട്ട് സംവിധാനമുണ്ട്. സൂര്യ കൺസ്ട്രക്ഷനും മണ്ണ് സംരക്ഷണം അത് ഗവൺമെന്റ് പറഞ്ഞാൽ അല്ലെങ്കിൽ പറയേണ്ടി സർക്കാർ ഇതിനൊന്നും ചെയ്യുന്നില്ല. നിലവിൽ 2020 വരെയുള്ളത് കൊടുത്തു. അതിനുശേഷം പൈസ ആർക്കും കൊടുത്തില്ല. 2020 മരങ്ങൾ പോയതും വീട് പോയതും എല്ലാം പൈസ കൊടുത്തു. അതിനുശേഷം കാശ് കൊടുത്തില്ല ആർക്കും. ഇത് അസസ് ചെയ്തിട്ടാൽ എപ്പോഴാണ് കാശ് കിട്ടും? 14 കഴിഞ്ഞിട്ടാണ്. കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളി വികസന സമിതിയുടെ നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണ സെമിനാറും രോഗപരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു. കൂവപ്പള്ളി സെന്റ് ജോസഫ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന പരിപാടി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ഉദ്ഘാടനം ചെയ്തു. പള്ളി വികാരി ഫാദർ മാത്യു പുതുമന അധ്യക്ഷത വഹിച്ചു. കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ, മേരി ക്വീൻസ് ആശുപത്രി എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശികുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TJ മോഹനൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിജോജി പൊക്കാളശ്ശേരിൽ, മണിലാൽ നമ്പൂതിരി, റവറന്റ് ബിനോയ് പടച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു. ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുന്ന ഒരു സാമൂഹിക വിഷയം എന്ന് പറയുന്നത് ആരോഗ്യമേഖലയാണ്. കാരണം സാംക്രമിക രോഗങ്ങൾ അടിക്കടിയായി ഏതാണ്ട് 10-15 വർഷം മുമ്പാണ് ചിക്കൻ ഗുനിയ വളരെ വ്യാപകമായി ചിക്കൻ ഗുനിയ പിടിപെട്ടത്. അതേ തുടർന്ന് ഇങ്ങോട്ട് നിപ്പയായിട്ടും അതുപോലെ തന്നെ കോവിഡായിട്ടും ഇങ്ങനെ എല്ലാ തരത്തിലും സാംക്രമിക രോഗങ്ങൾ വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം
അതിനേക്കാളും അധികമായി ജീവിതശൈലി രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന താളപ്പിഴകൾ കൊണ്ട്, ആഹാരക്രമത്തിൽ വരുന്ന പിശക്, അന്തരീക്ഷ മലിനീകരണം, വായു മലിനീകരണം, ജലമലിനീകരണം, അതുപോലെ തന്നെ വ്യായാമമില്ലായ്മ, ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള നമ്മുടെ ജീവിതക്രമങ്ങളിലെ ജീവിത സാഹചര്യങ്ങളിൽ നാം അഭിമുഖീകരിക്കുന്ന ഇതിന് വിപരീതമായ സാഹചര്യങ്ങളുടെയും മറ്റെല്ലാം ഫലമായി നമുക്ക് ജൂലൈ 29-ന് തൊടുപുഴയിൽ നടത്തുന്ന സംസ്ഥാന ജീവനക്കാരുടെ മേഖലാ മാർച്ചിന്റെ പ്രചരണാർത്ഥം പാർട്ട് ടൈം ജീവനക്കാരുടെ കൺവെൻഷൻ തൊടുപുഴ NGO യൂണിയൻ ഓഫീസിൽ നടന്നു. യോഗം NGO യൂണിയൻ ജില്ലാ ട്രഷറർ PM റഫീഖ് ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് S വിനു അധ്യക്ഷത വഹിച്ചു. ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, നവകേരള നിർമ്മിതിയിൽ പങ്കാളികളാകുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുക, കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കുക, കേരളത്തെ തകർക്കുന്ന കേന്ദ്രനയം തിരുത്തുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജൂലൈ 29-ലെ മാർച്ചും ധർണയും. തൊടുപുഴയിൽ നടത്തുന്ന സംസ്ഥാന ജീവനക്കാരുടെ മേഖലാ മാർച്ചിന്റെ പ്രചരണാർത്ഥം തൊടുപുഴ വിദ്യാഭ്യാസ സമുച്ചയത്തിൽ പൊതുയോഗവും സംഘടിപ്പിച്ചു. അത് ജില്ലാ തലത്തിലും അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലും ആ വിഷയം ആ സംഘടന ചർച്ച ചെയ്തുകൊണ്ട് ആ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംഘടന പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോകുകയും ആ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ പ്രക്ഷോഭം സംഘടിപ്പിച്ചാണെങ്കിൽ പ്രക്ഷോഭം സംഘടിച്ച്, അല്ലെങ്കിൽ നിവേദനം കൊടുത്തുകൊണ്ടാണെങ്കിൽ നിവേദനം കൊടുത്തുകൊണ്ട് നമ്മൾ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ഇടപെടും. അതിനെ സംഘടന കൂടിയേ തീരൂ. അങ്ങനെ നമ്മുടെ സംഘടിക്കാനുള്ള അവകാശം ഇല്ലാതാക്കിക്കൊണ്ട്, നമ്മുടെ സംഘശക്തി ഇല്ലാതാക്കിക്കൊണ്ട്, നമ്മുടെ ട്രേഡ് യൂണിയൻ സംവിധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ തൊഴിലവകാശങ്ങൾ നഷ്ടപ്പെടുത്തുന്നതാണ് ഈ 4 ലേബർ കോഡുകൾ. അതിനെതിരെ നമ്മൾ സമരം ചെയ്യേണ്ടേ. ജൂലൈ 9-ലെ നമ്മൾ നടത്തിയ അനിശ്ചിതകാല പണിമുടക്ക പ്രക്ഷോഭത്തിലൂടെ മാത്രം ഈ സർക്കാർ, കേന്ദ്ര സർക്കാരിന്റെ ഈ നയങ്ങൾക്കെതിരെ കണ്ണു തുറപ്പിക്കാൻ നമുക്ക് കഴിയില്ല. തുടർ പ്രക്ഷോഭങ്ങൾ വേണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ജൂലൈ 29-ലെ ഈ മേഖലാ മാർച്ചിലും ധർണയിലും കേന്ദ്ര സർക്കാരിന്റെ സിവിൽ സർവീസിനെ തകർക്കുന്ന നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന്, നമ്മൾ ഇടത് ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് നവകേരള നിർമ്മാണത്തിൽ പങ്കാളികളാണോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നത്. എന്താണ് ജനപക്ഷ ബദൽ നയങ്ങൾ? NGO-ന്റെ സഖാക്കൾ ഏതെങ്കിലും ഓഫീസിൽ വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും യോഗത്തിൽ വന്നാൽ ആദ്യം തന്നെ പറയുന്നത് ജനപക്ഷ ബദൽ നയങ്ങളാണ്. എന്താണ് ജനപക്ഷ ബദൽ നയങ്ങൾ? 2016 മെയ് മുതലാണ് ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരിക്കുന്നത്. 9 വർഷം കഴിഞ്ഞു ഇടതുപക്ഷം കേരളം ഭരിക്കുന്നത്. ഈ 2016-ന് മുമ്പ് ഒരു കേരളം ഉണ്ടായിരുന്നു. 2016-ൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ഒരു കേരളം, UDF സർക്കാരിന്റെ കേരളം. ആ കേരളത്തിൽ അന്നത്തെ സിവിൽ സർവീസ് നാം പരിശോധിക്കുമ്പോൾ അന്നത്തെ സിവിൽ സർവീസ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന പല ആളുകളും 2013 ശേഷം സർവീസ് പ്രവേശിച്ച ആളുകളുണ്ടാവാം, ഇല്ലേ? 2013 ശേഷം സർവീസ് പ്രവേശിച്ച ആളുകളില്ലേ? ഈ പാർട്ടി ഉണ്ടല്ലോ. സ്വാഭാവികമായി അവർ ഏത് പെൻഷനില്ല? പങ്കാളിത്ത പെൻഷനില്ല. ആ പങ്കാളിത്ത പെൻഷൻ എന്നത് PFRD നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആരാണ് ഈ PFRD നിയമം രാജ്യത്ത് നടപ്പിലാക്കിയത്? ഈ PFRD നിയമം രാജ്യത്ത് നടപ്പിലാക്കിയത് 2004 ജനുവരി 1 മുതൽ അന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന BJP-യുടെ നേതൃത്വത്തിലുള്ള വാജ്പേയി സർക്കാരാണ്. പശ്ചിമ ബംഗാളിന്റെ തീരത്തിന് മുകളിൽ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലുമായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം മഴ കനക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നു. പശ്ചിമ ബംഗാളിന്റെ തീരത്തിന് മുകളിലും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലുമായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. വാർദ്ധക്യത്തിലും പൊതുനന്മയ്ക്കായി 73-കാരന്റെ ഒറ്റയാൾ പോരാട്ടം. കടുത്തുരുത്തി വെള്ളാശ്ശേരി കാഞ്ഞിരത്തടത്തിൽ അപ്പു എന്നയാൾ പ്രായത്തിന്റെ അവശതകളൊന്നുമില്ലാതെ ആപ്പാഞ്ചിറ റോഡ് സൈഡിൽ ഓട ക്ലീൻ ചെയ്യുന്ന തിരക്കിട്ട പണിയിലാണ്. കോരിച്ചൊരിയുന്ന മഴയത്തും കടുത്തുരുത്തി ആപ്പാഞ്ചിറയിൽ കാഞ്ഞിരത്തടത്തിൽ അപ്പു എന്ന 73-കാരൻ ആപ്പാഞ്ചിറ റോഡ് സൈഡിൽ ഓട ക്ലീൻ ചെയ്യുന്ന തിരക്കിട്ട പണിയിലാണ്. ഒറ്റ മഴയിൽ തന്നെ
കോട്ടയം എറണാകുളം മെയിൻ റോഡിലും സമീപ വീടുകളിലും വെള്ളക്കെട്ട് സ്ഥിരം കാഴ്ചയാണ്. റോഡിന് ഇരുവശവുമുള്ള ഓട പ്ലാസ്റ്റിക് കുപ്പികളും ചെളിയും മറ്റ് മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞ് മൂടിപ്പോയതിനാൽ ഒറ്റമഴയ്ക്ക് തന്നെ വെള്ളം കയറും. ഈ ഓടയാണ് ഈ വയോധികൻ ആരുടെ അടുത്തു നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ക്ലീൻ ചെയ്ത് വെള്ളം ഒഴുക്കി വിടുന്നത്. ആപ്പാഞ്ചിറ വെയിറ്റിംഗ് ഷെഡിൽ സമീപ പറമ്പിൽ നിന്ന് പച്ചിലകളും വള്ളിപ്പടർപ്പും പടർന്ന് ഇഴജന്തുക്കളുടെ താവളമായി മാറി എന്ന വാർത്ത ദൃശ്യ ന്യൂസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ വാർത്ത ആരോ പറഞ്ഞറിഞ്ഞ് എത്തിയ അപ്പു ഷെഡെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി തുടച്ച് വൃത്തിയാക്കിയത് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും മറ്റും പ്രശംസ ഏറ്റുവാങ്ങിയിരുന്നു. ഇത് കോട്ടയം എറണാകുളം മെയിൻ റോഡാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു പാതയാണ്. ഇതിനോട് ചേർന്ന് തന്നെയുള്ള ഈ ഒരു പ്രദേശം ഇപ്പോൾ ഒരു ജ്യേഷ്ഠൻ അവിടെ ഒരു ക്ലീൻ ചെയ്യുന്നുണ്ട്, റോഡ് ക്ലീൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് 10-75 വയസ്സോളമുണ്ട്. അദ്ദേഹം നിസ്സീമമായിട്ട് യാതൊരുവിധ ലാഭേച്ഛയും കൂടാതെ ആരിൽ നിന്നും 10 പൈസ പ്രതീക്ഷിക്കാതെ അദ്ദേഹം കണ്ട ഒരു ശോചനീയാവസ്ഥ അദ്ദേഹത്തിൻ്റെ മനസ്സാതെ കൂടി പുള്ളി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആയുധം എടുത്തുകൊണ്ട് വന്ന് ക്ലിയർ ചെയ്യുന്നൊരു സാഹചര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ റോഡിൻ്റെ പാർശ്വവരങ്ങളിൽ സൈഡുകളിൽ ഓടയില്ലാത്തതിനാലും ഈ വെള്ളക്കെട്ട് ഇങ്ങനെ രൂക്ഷമായി ഈ കനാൽ റോഡിലൂടെ വെള്ളം ഒഴുകി ഈ റോഡ് നിറഞ്ഞ് ഈ റോഡ് ഇദ്ദേഹം കാണിക്കുന്ന നിസ്സീമമായ പ്രവർത്തനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയും ഇദ്ദേഹത്തെ കൂടുതൽ പ്രശംസിക്കുകയും ചെയ്യുകയാണ്. ഈ നാടിന് നന്മ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുള്ളി ആപ്പാന്തര വെയിറ്റ് ഷെഡും ബ്ലോക്ക് ജംഗ്ഷനിലെ വെയിറ്റ് ഷെഡും കടുത്തുരുത്തിയിലെ മെയിൻ ജംഗ്ഷനിലുള്ള വെയിറ്റ് ഷെഡും എല്ലാം പുള്ളി സ്വയമേ ആരോടും ഒന്നും പറയാതെ അദ്ദേഹം നിസ്സീമമായി ഈ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്ത് താമസിക്കണ ഒരു ചെറിയ മഴയാറ്റിയാലും ഇത് മനുഷ്യൻ നടന്നു പോകാൻ മേല, വാഹനങ്ങൾക്ക് പോകാൻ മേല, വെള്ളം കെട്ടി നിൽക്കുകയാണ്. അതാരും ഒരു പഞ്ചായത്തോ അവരാരും തിരിഞ്ഞു നോക്കാറില്ല. ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ ഞങ്ങളെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ശാസ്ത്രീയ പരിഹാരം കാണണം ഇവിടുത്തെ പഞ്ചായത്ത്. ഇതുപോലെയുള്ള നല്ല മനസ്സുള്ള ആ ചേട്ടൻ, നമ്മളൊക്കെ അച്ഛന്റെ പ്രായമുണ്ട്, പുള്ളി എല്ലാം ജീവൻ കളഞ്ഞാണ്. വാർദ്ധക്യമായ പക്ഷേ 75 വയസ്സുണ്ട്. ആ പുള്ളി സേവനം ചെയ്യുന്നത്, നാടിന് വേണ്ടി സേവനം ചെയ്യുന്നത് അദ്ദേഹത്തെ കണ്ട് എല്ലാവരും പഠിക്കണമെന്ന് ഞാൻ പറയുകയാണ്. ഒറ്റയ്ക്കാണ് പുള്ളി അത് എല്ലാം. ഒരു ഓട കോട്ടയം മെയിൻ റോഡാ. ആപ്പാഞ്ചിറ കടുത്തുരുത്തി പ്രദേശങ്ങളിലെ വെയിറ്റിംഗ് ഷെഡ് ഉൾപ്പെടെയുള്ളവ കഴുകി വൃത്തിയാക്കി റോഡിന് ഇരുവശവുമുള്ള കാടും വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുന്നതൊക്കെ സ്ഥിരം കാഴ്ചയാണെങ്കിലും അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഇതുപോലെയുള്ള മനുഷ്യരെയും കാണാതെ പോകരുത്. ന്യൂസ് ബ്യൂറോ, വൈക്കം. ഇടുക്കി പീരുമേട്ടിൽ വനത്തിനുള്ളിൽ ആദിവാസി സ്ത്രീ സീത മരിച്ചത് കാട്ടാന ആക്രമണം തന്നെയെന്ന് പോലീസ് നിഗമനം. ശരീരത്തിലെ പരിക്കുകൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതാണെന്നാണ് പോലീസ് നിഗമനമെന്ന് ഇടുക്കി SP വിഷ്ണു പ്രദീപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതുവരെ അന്വേഷണത്തിൽ ഇതൊരു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു നിഗമനത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് പോലീസ്. വിശദമായിട്ട് അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം DYSP പീരുമേട് വിശാഖാംശം നടത്തിയിട്ടുള്ളതാണ്. സാക്ഷിമൊഴികളും മറ്റ് സ്ഥലം സന്ദർശിച്ചിട്ട് ഫോറൻസിക് എക്സാമിനേഷനൊക്കെ കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ ഫർദർ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്തു. ആ ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. അല്ല, അതൊരു ചാൻസ് ഉള്ളതായിട്ട് പുള്ളിയുടെ ഇതായിരുന്നു. നമ്മളത് ഫർദർ സ്റ്റേറ്റ്മെൻറ്റ് പുള്ളിയെ വിശദമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു. പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പോൾ അത് വ്യക്തമായിട്ട് വന്യജീവി ആക്രമണം തന്നെയാണെന്ന കൺക്ലൂഷനാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന വേണ്ടി സംഭവിച്ചതാവാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. വന്നപ്പോൾ പിടിച്ച് ആ രീതിയില്ല. അതും ഈ വൈൽഡ് ലൈഫ് എലഫന്റ് അറ്റാക്ക് ചെയ്തപ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മക്കളും. അതിനിടയിലും കുറെ സംഭവിച്ചിട്ടുണ്ട്. ഇനി കൊണ്ടുവരുന്നതിനകത്ത് പലതവണ വീണതായിട്ടും മനസ്സിലായിട്ടുണ്ട്. അത് ആനയുടെ അറ്റാക്കിൽ തന്നെ സംഭവിച്ചിട്ടാണ് മനസ്സിലാവുന്നത്. ഇല്ല, കൊണ്ടുവരുന്നതിനടുത്ത് വീണതായിട്ട് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇതും കൂടാതെ ഇവരുടെ ഫോൺ കോൾസും മറ്റൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ മകൻ തന്നെ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഇത് എവിടെ ഏത് സ്ഥലമാണെന്ന് നോക്കിയിട്ടുള്ളത്. അമ്മയോട് ചോദിച്ചിട്ടാണ് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത് ഈ സ്ഥലത്താണെന്ന്. അമ്മയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെയാണ് അതെ. അത് വിശദമായിട്ടുള്ള തെളിവുകളും ഉണ്ടാകും. എല്ലാ രേഖയും പരിശോധിച്ചിട്ടുണ്ടാകും. അല്ല, ഈ കുട്ടികളുടെയും
രണ്ട് കുട്ടികളുടെ അച്ഛൻ്റെയും ഒക്കെ മൊഴികൾ വിശദമായിട്ട് പോലീസ് എടുത്തതാണ്. ഇൻട്രോഗേഷൻ വ്യക്തമായിട്ട് ചെയ്തതാണ്. മൂന്നേലും മാറ്റി ക്വസ്റ്റ്യൻ ചെയ്തിട്ട് മൊഴികൾ എടുത്തിട്ടുള്ളതാണ്. കോൺട്രഡിക്ഷൻസ് ഒന്നുമില്ല, കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലായിട്ടുള്ളത്. അതിനെപ്പറ്റി ഞാൻ ശരിയല്ല. ഞാൻ അതിനെപ്പറ്റി കമന്റ് ചെയ്യുന്നില്ല. പോലീസിന്റെ അന്വേഷണത്തിൽ ഇതുവരെയുള്ള അന്വേഷണം ഇങ്ങനെയാണ്. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ തിരക്ക് പിടിച്ച് തീവ്ര പരിഷ്കരണം നടത്തുന്നത് ആ സംസ്ഥാനത്തെ ദരിദ്രരെയും അന്യസംസ്ഥാനങ്ങളിലേക്ക് തൊഴിൽ തേടി പോയവരെയും ഒഴിവാക്കാനുള്ള നീക്കമാണെന്ന് RJD ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ വർഗീസ് ജോർജ്. RJD ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം ജനറൽ കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് സണ്ണി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ബെന്നി സി ചീരഞ്ചിറ അധ്യക്ഷത വഹിച്ചു. ജോൺ മാത്യു മൂലയിൽ, ഓമന വിദ്യാധരൻ, സുരേഷ് പുഞ്ചക്കൂട്ടിൽ, ജോസഫ് കടപ്പള്ളി, ഫെബിൻ ടി ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. നിയോജക മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിലും നഗരസഭയിലും ഓഗസ്റ്റ് 2 മുതൽ 26 വരെ പ്രവർത്തക സമ്മേളനം നടത്തുവാനും തീരുമാനിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, RJD സംസ്ഥാന നേതാവ് ചാരുപാറ രവി എന്നിവരുടെ വേർപാടിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. ഇന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പോലും വോട്ടാണെന്ന് തെളിയിക്കാനുള്ള രേഖകൾ കൊണ്ടുവരാൻ 10 ദിവസം എടുക്കേണ്ടി വരും. ഇന്ന് ഹിന്ദു പത്രത്തിൽ അദ്ദേഹത്തിന് വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.